അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വെൽക്കം ടു മൈ ചാനൽ സുഫ്ര മീഡിയ. നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകളാണ് ഈ ചാനലിനോട് കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബിസ്മിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരൂല. ബിസ്മിയിൽ അന്തർലീനമായി കിടക്കുന്ന ആശയങ്ങൾ ഞാൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കുന്ന പക്ഷം അത് 70 ഒറ്റകൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടാകുമെന്ന് മഹാനായ അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ബിസ്മിയുടെ ഫലം അത്ഭുതകരമാണ്. പറഞ്ഞു വന്നത്, ബിസ്മി കൊണ്ട് നമുക്കും നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാം. കൂടാതെ കുട്ടികളുടെ അനുസരണക്കേടും മാറ്റിയെടുത്ത് നല്ല മക്കളാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിനുള്ളൊരു നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. ശുദ്ധമായ ഒരു കുപ്പി തേൻ വാങ്ങുക. മായമില്ലാത്ത നല്ല ശുദ്ധമായ തേനാണ് വാങ്ങേണ്ടത്. തേന് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. സൗകര്യമായതിനു വേണ്ടിയാണ് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാൻ പറഞ്ഞത്. ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആ തേനിലെ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. 313 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയാൻ സമയം 10-15 മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. പ്രിയമുള്ളവരെ, അങ്ങനെ തിരുവാചക 313 തവണ പറഞ്ഞ് ആ തേനിലേക്ക് മന്ത്രിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഷ്ഫി. അങ്ങനെ ഈ രൂപത്തിൽ ചൊല്ലിയതിന് ശേഷം ഓരോ തവണ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഓരോ 10 തവണ കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള എന്ന് ചൊല്ലിയ ശേഷം തേനിൽ മന്ത്രിക്കാം. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാചകം 313 തവണ ഓതി മന്ത്രിച്ച് ആ തേനിൽ നിന്ന് 1 ടീസ്പൂൺ അതിരാവിലെ വെറും വയറ്റിൽ കുട്ടികൾക്ക് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ പെർഫെക്റ്റായ മരുന്നാണ്. ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ബുദ്ധി തെളിയും. കുട്ടികൾക്ക് അനുസരണക്കേട് ഉണ്ടെങ്കിൽ മാറി കിട്ടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു മരുന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.